രണ്ട് സൈന്യങ്ങളും വ്യൂഹം ചമച്ച് അണിനിരന്നു കഴിഞ്ഞു. വലിയ ശബ്ദകോലാഹലങ്ങൾ. കാലാൾ സൈന്യം കാലാൾ സൈന്യത്തോടും, തേര് തേരിനോടും, കുതിര കുതിരയോടും, ആനകൾ ആനകളോടും ഏറ്റുമുട്ടുന്നു. എല്ലാവരിലും യുദ്ധത്തിൻ്റെ ആവേശം ആകാശത്തോളം ഉയർന്നു. ഭീമസേനന്റെ വലിയ അട്ടഹാസം എല്ലാ ശബ്ദങ്ങൾക്കും മുകളിലായി നിന്നു. എന്തിന്, ആകാശം പോലും മറഞ്ഞു പോകത്തക്ക വിധം അസ്ത്രങ്ങൾ നിറഞ്ഞു. ദുര്യോധനന്റെ നിർദ്ദേശമനുസരിച്ച് കൗരവപക്ഷത്തുള്ള യോദ്ധാക്കളും വീറോടുകൂടി പൊരുതി. ഭീഷ്മരുടെ ശംഖനാദം എല്ലാവർക്കും ആവേശം പകർന്നു. രണ്ട് സൈന്യങ്ങളും തീവ്രമായി പൊരുതി. ഭീഷ്മർ അർജുനന്റെ നേരെ തിരിഞ്ഞു. അർജുനൻ വിശ്വവിശ്രുതമായ ഗാന്ധീവമെടുത്ത് ഭീഷ്മരെ നേരിട്ടു. രണ്ടുപേരും തമ്മിൽ അതിഭീകരമായ യുദ്ധം തന്നെ നടക്കുന്നു. ആർക്കും ആരെയും അല്പം പോലും തകർക്കുവാൻ കഴിയുന്നില്ല. വില്ലാളിയായ സാത്യകിയും കൃതവർമാവും തമ്മിലുള്ള യുദ്ധവും അതിഭീകരം തന്നെയായിരുന്നു. യുദ്ധം തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി എത്രയെത്ര ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് ഈ കുരുക്ഷേത്ര ഭൂമി സാക്ഷിയാകും.